ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് കോട്ട് ജെസ്സോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഹോം മെയ്ഡ് ജെസ്സോ ആണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഫെവിക്കോള്, ബേബി പൗഡർ, വൈറ്റ് ആക്രിലിക് പെയിൻറ്റ്. ഇനി നമ്മുടെ ബൗളിലേക്ക് 2 ടീസ്പൂൺ ബേബി പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ 1 സ്പൂൺ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സെയിം സ്പൂണിൽ നമ്മൾ 1 സ്പൂൺ ഫെവിക്കോളും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കും മിക്സായി വരാൻ. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മാക്സിമം ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് കട്ടിയുള്ള പോലെ തോന്നി മിക്സ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എന്തിനാണ് ജെസ്സോ അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് പീലായി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജെസ്സോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. ഒരു കോട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ ജെസ്സോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓറഞ്ച് കളർ ആക്രിലിക് പെയിൻ്റാണ്. അതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. ഞാൻ 2 കോട്ട് പെയിൻ്റാണ് അപ്ലൈ ചെയ്തത്. നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 2 കോട്ടേ വേണ്ടുള്ളൂ. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഓറഞ്ച് കളറിൻ്റെ കൂടെ റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തത്. ഓറഞ്ച് കളർ കുറച്ച് ലൈറ്റായി തോന്നി, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇവിടെ പെയിൻ്റ് അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഫോട്ടോ ഒട്ടിക്കുമ്പോൾ അത്ര ഭംഗിയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ടും അതുപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നമ്മുടെ ബ്ലാക്ക് ചാർട്ടിലേക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ ആണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റിക്കർ പ്രിൻ്റാണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഗമ്മുണ്ടായിരിക്കും, എക്സ്ട്രാ ഗമ്മിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കത് പീൽ ചെയ്തിട്ട് നമ്മുടെ ഫോം ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിക്കാനുള്ള ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. അടുത്ത് നമ്മുടെ ബോട്ടിലിനെ ഒന്നും കൂടി ഭംഗിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഫെതേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഫെതേഴ്സ് ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 എണ്ണം കൂടി ചേർത്ത് ഒരു ത്രെഡ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. കുറച്ചുകൂടി തിക്കായിക്കോട്ടെ വെച്ചിട്ടാണ് 3 എണ്ണം കൂടി ജോയിൻ ചെയ്തത്. അടുത്ത് നമ്മുടെ ഫോട്ടോയും അതുപോലെ ഈ ഫെതേഴ്സ് നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫെവിക്കോൾ തന്നെ മതി. കുറച്ച് ടൈം എടുക്കും, എന്നാലും ഫെവിക്കോൾ തന്നെയാണ് നല്ലത്. ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടി വരാം. നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് സ്റ്റിക്കാവുന്ന ഏതെങ്കിലും ഗമ്മുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫെതേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. ഫെതേഴ്സ് ഞാൻ സൈഡിലാണ് ഒട്ടിക്കുന്നത്. ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഫോട്ടോ ഒട്ടിച്ചെടുക്കുന്ന അത്രയും ടൈം എടുക്കില്ല ഫെതേഴ്സ് ഒട്ടാൻ. ഫെതേഴ്സ് പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിൽ ഫോട്ടോയും ഫെതേഴ്സും
ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ത്രെഡും കൂടി ചുറ്റി കൊടുക്കണം. ഞാനിവിടെ റെഡ് കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതും കൂടി ഇതിൽ ചുറ്റി കൊടുക്കാം. ബോട്ടിൽ ത്രെഡൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. 2 ബീഡ്സും കൂടി ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്